നമസ്കാരം. താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ വേറെ ആരോ കയറിയിരിക്കുമെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം, ക്ഷേത്രത്തിനുള്ളിൽ ഷർട്ട് ധരിച്ച് കയറുന്ന ആചാരം നിർത്തലാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം, മുഖ്യമന്ത്രി വിശ്വാസിയല്ല. പരസ്യമായിട്ട്, രഹസ്യമായിട്ടുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. കാരണം മുഖ്യമന്ത്രി ഈശ്വര വിശ്വാസിയല്ല, മതത്തിലോ ജാതിയിലോ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല. കമ്മ്യൂണിസത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതുപോലെ ക്ഷേത്രത്തിലെ ഭക്തന്മാർ ഷർട്ട് ധരിച്ച് കയറണോ നിക്കർ ധരിച്ച് കയറണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം? ഇവിടെ സ്വാമി സച്ചിദാനന്ദ ശിവഗിരിയിൽ അത് വിളിച്ചു വരുത്തിയാണ് ഹിന്ദുത്വത്തെ അപമാനിച്ചത്. ഈ ഹിന്ദുക്കളുടെ, ഇപ്പം ഞാനൊരു ഹിന്ദു ആണെങ്കിൽ പോലും ഈ ജാതിയും മതവും ഒക്കെ നമുക്ക് പറയേണ്ടി വരുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഇവിടെ ശബരിമല വിഷയം ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. 2 വനിതാ ആക്ടിവിസ്റ്റുകളെ കയറ്റി കാണിച്ച കോപ്രായങ്ങളൊക്കെ കണ്ടതായി. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളും നമുക്കറിയാം, പോട്ടെ വിട്ടുള്ള. പിന്നെ അതുപോലെ ഈ ക്രിസ്ത്യാനികളെ ലാറ്റിൻകാർ പ്രതിഷേധിച്ചപ്പോൾ അവരുടെ വികാരിയെ വരെ തല്ലിച്ചതയ്ക്കുകയും വലിച്ചിഴയ്ക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ മറ്റൊരു വിഭാഗം വരുമ്പം ഇങ്ങനെയാണ് നിൽക്കുന്നത്, മറ്റൊരു വിഭാഗത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഏട്ടാ, ഈ ഷർട്ട് ധരിച്ച് അകത്തേക്ക് കയറാൻ പാടില്ല എന്ന് ഇപ്പോൾ KB ഗണേഷ് കുമാർ, അദ്ദേഹം ഒരു ഭക്തനാണ്, കൊട്ടാരക്കര ഗണപതിയുടെ നാട്ടുകാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതുപോലെ K മുരളീധരനും ഭക്തനാണ്. ഈ 2 പേരും, ഇവരെല്ലാവരും ഭക്തന്മാർ തന്നെയാണ്. ഇല്ല എന്ന് പറയുന്നവന്മാരാണ് ഏറ്റവും കപടന്മാരായിട്ടുള്ളവന്മാർ. ഇവന്മാർ വീട്ടിൽ പൂജയും മറ്റേതും മറിച്ചതും അങ്ങനെയും ഒക്കെ നടത്തുന്നവന്മാരാണ്. ബാക്കിയുള്ളവരൊക്കെ കാര്യം വിടാം. K മുരളീധരനും KB ഗണേഷ് കുമാറും പറഞ്ഞ കാര്യം ഇന്ന് വളരെ ശരിയാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ദേവപ്രശ്നം നടത്തിയാണ് ഒരു ക്ഷേത്രത്തിൽ ഏത് തരത്തിലുള്ള ആചാരം വേണമെന്ന് തീരുമാനിക്കുന്നത്. അത് തന്ത്രിയുമായിട്ട് ആലോചിച്ച് അവർ തീരുമാനിക്കുന്നത്. അവിടെ എന്തിനാണ് ഒരു കമ്മിക്ക് എന്താണ് അവകാശം അത് പറയാൻ? അല്ല, ഓരോ ക്ഷേത്രത്തിലും, നമ്മുടെ നാട്ടിൽ എല്ലാ ക്ഷേത്രത്തിലും ഷർട്ട് ഊരിയല്ല പോകുന്നത്. ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്ന, ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ട് കയറുന്ന എത്രയോ അമ്പലങ്ങളുണ്ട്. ഷർട്ട് അഴിച്ചിട്ട് പോയ അമ്പലങ്ങളും ഉണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ഷർട്ട് അഴിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പതുക്കെ പുറത്ത് നിന്ന് തൊഴുതിട്ടൊക്കെ പോകും. അപ്പോൾ ഷർട്ട് അഴിക്കാൻ സമയമില്ലെങ്കിൽ അങ്ങനെ ചെയ്യും. അത് നമ്മുടെ ആ ക്ഷേത്രത്തിൻ്റെ, ഓരോ ക്ഷേത്രത്തിൻ്റെതായ പാരമ്പര്യം വെച്ചും ആചാരങ്ങളും വെച്ചും, ഈ പറഞ്ഞ ആ ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ പിന്നെ ദേവപ്രശ്നം വെച്ച് അവിടെ നിന്ന് ഉണ്ടായി വന്നതാണ് ഒരു ആചാരമാണ്. അതിനെ അനാചാരമാണെന്ന് ഇവർക്ക് പറയാം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അനാചാരമാണെന്ന്. പക്ഷേ വിശ്വസിക്കുന്നവൻ അതിനെ ആചാരമായിട്ടാണ് കാണുന്നത്. പിന്നെ എന്തിനാണ് ശബരിമലയിൽ കയറ്റിപ്പോയപ്പോൾ അനാചാരമാണെന്ന് പറഞ്ഞാണ് അവിടെ കൊണ്ടുവന്ന് സ്ത്രീകളെ കയറ്റിയത്. അവസാനം ഇപ്പം ഓരോരോ വീട്ടിൽ കയറി ഇറങ്ങി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ചെന്ന് ക്ഷമ ചോദിച്ചു, ഞങ്ങൾക്ക് പറ്റിപ്പോയി എന്ന് എല്ലാ വീടുകളും കയറി ചോദിച്ച് നമ്മൾ കണ്ടല്ലേ. അതുപോലെ ഇവരെ തലയിലൊന്നും ആദ്യം ഈ വല്ലാത്ത വിപ്ലവമേ കയറുള്ളൂ, പിന്നീട് അവർ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഈ ഷർട്ട് അഴിച്ചാലും അഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാവരുത്. ഈ ആൾക്കാർ ബുദ്ധിമുട്ടിലാണ്, സാധനങ്ങൾക്ക് വില കൂടുതലാണ്, കൃത്യമായിട്ട് റേഷൻ കടകളിൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ കൊടുക്കുന്നില്ല, സപ്ലൈകോയിൽ ചെന്നാൽ നല്ല സാധനങ്ങൾ കിട്ടുന്നില്ല, പിന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും ഒരൊറ്റ മനുഷ്യർക്ക് ക്ഷേമനിധി കൊടുക്കുന്നില്ല, പിന്നെ അങ്ങനെ കടം വാങ്ങിച്ച് ഓരോ ദിവസവും കടം കയറിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പറ്റാതെ. ഇതൊന്നും ജനങ്ങൾ ചർച്ച ചെയ്യരുത്. പകരം ഷർട്ട് ഊരി കയറാത്ത എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് മാധ്യമങ്ങൾ അതിലൂടെ കിടന്ന് പിടിച്ചൊക്കെ പിടിച്ചോളൂല്ലോ. അപ്പോൾ ചർച്ച അങ്ങനെ പോകുമല്ലോ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഈ തന്ത്രം. ഒരു ഭരണകൂടത്തിൻ്റെ വളരെ ഗൂഢമായ തന്ത്രങ്ങളിലൊന്നാണത്. ഇങ്ങനെ ഈ മതവിഷയങ്ങൾ എടുത്തങ്ങോട്ട് ഇട്ട് കൊടുക്കുക, അത് കുറേ കാലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ എല്ലാം മറക്കുക. ഈ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കാണും. ഈ സമയത്ത് ഈ പറയുന്ന ഇന്ന് വേറെ കാര്യമുണ്ട്. ഈ പറയുന്ന പിന്നെ ഷർട്ട് വിവാദം വന്നപ്പോൾ പത്രങ്ങൾ എടുത്തു നോക്കിയാലും മറ്റേത് എടുത്തു നോക്കിയാലും ഈ വിഷയമാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. വയനാട്ടിലെ ഈ പറയുന്ന 1 സ്ക്വയർ ഫീറ്റ് 3000 രൂപയുടെ വീട് നിർമ്മാണത്തെ കുറിച്ച് ആരും ചർച്ച ചെയ്തില്ല. കേരളത്തിൽ വാർത്ത വരുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈ സമയത്ത് ചില ഡീലിങ്സുകൾ നടക്കും, നമ്മളറിയില്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഈ സമയം അതിനുവേണ്ടിയാണ് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയിടുന്നത്. ഈ വിവാദങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ മാധ്യമങ്ങൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ചർച്ച ചെയ്ത്, ഇപ്പോൾ കലോത്സവം നടക്കുന്നു, പിന്നെ ഈ വിവാദമുണ്ട്, ഷർട്ടിൻ്റെ വിവാദമുണ്ട്. ഈ സമയത്ത് ഒരു അകത്തുകൂടെ ചില ഡീലിങ്സുകൾ നടക്കും, പല ഡീലിങ്സുകൾ ആ സമയത്ത് നടക്കും. പിന്നീടേ നമ്മളിതെല്ലാം അറിയുള്ളൂ. അപ്പോൾ അത്
ഡീലിങ്സ് നടന്ന് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. അപ്പോഴാണ് ഷർട്ട് ഊരിയതും കാര്യമൊക്കെ മറന്നിട്ട് അയ്യോ ഇത് പറ്റിപ്പോയല്ലോ എന്ന് മാധ്യമങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ ഇതാണ് തന്ത്രം. ഞാൻ ചോദിക്കുന്നത് അല്ല വേറെ, അത് ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. കാരണം ഉടുപ്പില്ലാതെ കയറുകയോ ഇട്ടുകൊണ്ട് കയറുകയോ അതൊക്കെ അവരുടെ കാര്യങ്ങളാണ്. അത് ഭക്തർ നോക്കിക്കോളും. അത് ഈ പറഞ്ഞ AKG സെന്ററിൽ നിന്നും പിന്നെ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അത് ദേവപ്രശ്നം നടത്തി അവിടെ അതിന്റെ ആചാരം വിധിപ്രകാരം ദേവപ്രശ്നം നടത്തി വിശ്വാസികൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. തന്ത്രികളും വിശ്വാസികളും ഒക്കെ ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അത് അനാചാരമാണ്. ക്ഷേത്രം തീരുമാനിക്കട്ടെ. എന്നിട്ട് അവര് വേണ്ട, ശരി നമ്മൾ ഇത്രയും കാലം അനാചാരമാണ് കൊണ്ടുവരുന്നത്, ഇനി നമുക്കത് കളഞ്ഞിട്ട് ഷർട്ടിട്ട് കയറിക്കട്ടെ, ക്ഷേത്രം തീരുമാനിച്ചോട്ടെ. പക്ഷെ ഇതെല്ലാം ഈ പറയുന്ന ഹിന്ദുക്കൾക്ക് മാത്രം മതിയോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം, ഇപ്പൊ സുന്നത്ത് ചെയ്യുന്നു. ഈ സുന്നത്ത് ചെയ്യുന്നത് ശരി, അവർ പറയണം സുന്നത്ത് ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. സുന്നത്ത് ചെയ്യുന്നത് അനാചാരമാണ്, അതുകൊണ്ട് സുന്നത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള ധൈര്യം ഏതെങ്കിലും ഒരു വേട്ടാവളിയനുണ്ടോ? ഈ മുഖ്യമന്ത്രിക്കുണ്ടോ? മുഖ്യമന്ത്രി പറയാം ക്ഷേത്രത്തിന്റെ ദൂരെ അവിടെയാണ് അയാൾ ഇരിക്കുന്നത് എന്ന് വേണമെങ്കിൽ അങ്ങോട്ട് ചൂണ്ടിക്കൊണ്ട് പറയാം. അതേസമയം മറ്റൊരു ദേവാലയത്തിന് അവിടെയാണോ നിങ്ങളുടെ ആയിരിക്കുന്നതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇയാൾക്കുണ്ടോ? ഇല്ല. അപ്പൊ മാത്രമല്ല അതാണ് പറയുന്നത്. ഇത് എല്ലാം ഹിന്ദുക്കളുടെ മണ്ടയിൽ വന്നാൽ ഹിന്ദുക്കളാകുമ്പോൾ എല്ലാം സഹിക്കുന്നവരാണ്, ക്ഷമിക്കുന്നതാണ്. പക്ഷെ അവിടെ ഞാൻ പറയാമല്ലോ, അത് ഹിന്ദു മതത്തിന്റെ പ്രത്യേകതയാണ്. ഹിന്ദു മതത്തിന്റെ പ്ലസ് പോയിന്റ് ആണ്. അത് സഹിഷ്ണ മാത്രമല്ല, ഹിന്ദു മതത്തിൽ എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അത് മാത്രമല്ല, അതിൽ വിമർശിക്കാനും വേറൊരു കാര്യം കൂടിയുണ്ട്. അതാണ് സ്വാതന്ത്ര്യം. ശരി, അത് വേറൊരു കാര്യം. പക്ഷേ എല്ലാവരും, അതായത് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 8 വർഷങ്ങൾക്ക് മുൻപ്, അതായത് പിണറായി വിജയൻ സാർ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ഇവിടെ ഇത്രയധികം വർഗീയത എന്നുള്ള വാക്കുച്ചരിക്കുമായിരുന്നു, അല്ലെങ്കിൽ വർഗീയത പറയുമായിരുന്നു. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞ ഹിന്ദുക്കളുടെ പരിഷ്കാരം ഹിന്ദു മതത്തിൽ മാത്രമേ പരിഷ്കരിക്കാവൂ, ബാക്കി ഒന്നും പരിഷ്കരിക്കുക. അതെല്ലാം നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞതിനൊക്കെയും അതങ്ങനെ നിലനിർത്തണമെന്നൊക്കെ, അല്ലെങ്കിൽ അത് പറയാനുള്ള ധൈര്യം അത് നിലനിർത്തുന്നില്ല. ആ മതങ്ങളെല്ലാം പരിപൂർണമായിട്ടും പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് പുറത്ത് വരുന്നില്ല, അത് പറയാനുള്ള ധൈര്യവും ഇല്ല എന്നുള്ളതാണ്. പരിപൂർണമായ, അതായത് പഴയ ആചാരങ്ങളോ പഴയ വിശ്വാസങ്ങളോ പഴയ രീതികളൊന്നും ഇപ്പോൾ ആ മതങ്ങളിലൊന്നും ഇല്ല. എല്ലാം പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഹിന്ദുമതവും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹിന്ദുമതം മാത്രം പരിഷ്കരിക്കാവൂ എന്ന് പറഞ്ഞ് അത് തുറന്നു പറയാൻ അവർക്ക് ഹിന്ദുമതത്തിനോട് മാത്രമേ പറയാനുള്ള ധൈര്യമുള്ളൂ, മറ്റു മതങ്ങളോട് പറയാനുള്ള ധൈര്യമില്ല. അവിടെയാണ് നമ്മൾ ഇവരുടെ ഈ മതേതരത്വം, ഈ കപട മതേതരത്വം. അവർക്ക് എപ്പോഴും വർഗീയത പറഞ്ഞാൽ മാത്രം, കാരണമേ ഈ എപ്പോഴും അവർ പണ്ടൊക്കെ ദാരിദ്ര്യവും ജന്മിത്വവും അടിമത്വവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആൾക്കാർക്ക് മനസ്സിലായപ്പോ ഇപ്പൊ വർഗീയത പറഞ്ഞു തുടങ്ങി. അതെ, ഈ വർഗീയത പറഞ്ഞു തുടങ്ങി. ഈ വർഗീയത ഇപ്പോൾ കൂടുതലായിട്ട് ജനങ്ങൾ, സാധാരണ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ജാതിയില്ല മതമില്ല ഇതൊന്നും ചിന്തിക്കുന്നില്ലെന്നേ. അന്ന് ഈ പർദ്ദയില്ല, മറ്റ് കണ്ണുമൂടുന്ന പരിപാടിയില്ല, എല്ലാവരും അവിടെയൊക്കെ നമുക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. അവിടെ ജാതി മതത്തിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കില്ല. നബിദിനം വരുമ്പോഴത്തേക്ക് പോയി പായസം വാങ്ങിച്ചു തിന്നും, ഓണം വരുമ്പം അവർ വന്ന് തിന്നും, നബിദിനെ റാലി കാണാൻ നമ്മൾ പോയി നിൽക്കും, നബിദിനത്തിന് പായസം തന്നെയാണ് നമ്മൾ പോകുന്നത്. അവർ പായസം വിതരണം ചെയ്യുമ്പോഴൊക്കെ ഇന്ന് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ കൂടെ ജീവിച്ചു വന്ന നമ്മളെ അടുത്താണ് ഇപ്പൊ ഈ വേട്ടാവിളിയന്മാർ ഇത് ചെയ്യുന്നത്. യവന്മാരാണെന്നേ. ഇവിടെ വർഗീയത പറയുന്നത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ല. ഇവിടെ വർഗീയത പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും വളർത്തുന്നതും കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണ്. മാത്രമാണ്. അത് ചിന്തിച്ചാൽ മനസ്സിലാവും. പിന്നെ അടിസ്ഥാന വർഗത്തിന്റെ വർഗ സമരത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും വർഗങ്ങളുടെ അടിസ്ഥാന വർഗത്തിനെ അടിച്ചമർത്തലിനെ കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞു വിട്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ മതിയാക്കി. ഇപ്പൊ അതൊന്നും അവർ പറയുന്നില്ല. ഇപ്പൊ അടിസ്ഥാന വർഗം ഏതെന്ന് ചോദിച്ചാൽ സഹാക്കൾക്ക് അറിഞ്ഞൂടാ. എന്താണ് അടിസ്ഥാന വർഗം ചോദിച്ചു നോക്ക്. ഒരു സഹാക്കൊന്നും അറിയാം ആരാണ് അടിസ്ഥാന വർഗം, അറിഞ്ഞൂടാ. കമ്മ്യൂണിസ്റ്റ് വർഗാധിഷ്ഠിത സമരമാണ് കമ്മ്യൂണിസത്തിന്റെ കാതലായ തത്വം എന്ന് പറഞ്ഞാൽ എന്തോന്ന് വർഗാധിഷ്ഠിതം? ഏത് ഈ ഹിന്ദു വർഗമോ ക്രിസ്ത്യൻ വർഗമോ എന്ന് ചോദിക്കുന്ന സഹാക്കളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരിപ്പോൾ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പറയുന്നത് നാട്ടിൽ വർഗീയത ഇളക്കി വിടുക, അതിനെ കുറേ കാലം ചർച്ച ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ കുറേ കാലം മുന്നോട്ട് പോവുക, അതിലൂടെ ബാക്കി കാര്യങ്ങളെല്ലാം മറക്കാനുള്ള ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും നേരത്തെയുള്ള കുഴപ്പമുണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് സമ്മേളനങ്ങൾ നടക്കുന്നു, സമ്മേളനത്തിൽ ചർച്ചകൾ നടക്കുന്നു, ചർച്ചകളിലെല്ലാം ഗവൺമെൻറ് വിരുദ്ധ അഭിപ്രായങ്ങൾ വരുന്നു. ഇതൊന്നും ഇനി വലുതായിട്ടൊന്നും ഉയർന്നു വരുന്നത്. കാരണം ജില്ലാ സമ്മേളനം വരാൻ പോകുന്നു, സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി സംസ്ഥാന
സംസ്ഥാന സമ്മേളനം വരാൻ പോകുന്നു. ഈ സംസ്ഥാന സമ്മേളനത്തിലുള്ള രേഖകളും മറ്റൊന്നും പുറത്ത് വരരുത്, വന്നാൽ ചർച്ച ചെയ്യരുത്, അതൊന്നും ആരും അറിയരുത്. പകരം ഷട്ടിൻ്റെ പിറകെ ആളുകൾ സനാതനധർമ്മം പിന്നെ അശ്ലീലം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകെ ആൾ നടന്നോളും. ഇതൊരു വല്ലാത്ത തന്ത്രമാണ് ഈ പാർട്ടിയുടേത്. സത്യത്തിൽ കേരളത്തിൻ്റെ സർവ്വ പൊതുസമൂഹത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും ദുഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണിതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് കാര്യങ്ങൾ വളരെ തന്ത്രപൂർവമാണ് ഇവിടെ ഓരോ ചെറിയ ചെറിയ വിഷയം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ. ആ വിഷയങ്ങൾ നക്കി നമ്മളിങ്ങനെ വല്ലാതെ മതിച്ച് സൂക്ഷിച്ച് അങ്ങനെ കഴിയുകയാണ് കേരള ജനത എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ശരിയാണത്, കറക്റ്റാണ്.